ഗാസയിലും ലബനിലും ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ. 250ഓളം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹമാസ് ശക്തി കേന്ദ്രങ്ങളിലായിരുന്നു പ്രധാനമായും ആക്രമണങ്ങൾ നടന്നത്. ലബനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ബന്ദികളുടെ മോചനം വൈകുന്നതാണ് ഹമാസിനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചത്. ഖാൻ യൂനിസിലും ഡേർ എൽ ബലയിലും റഫയിലുമാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 250-ലേറെ പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ബന്ദികളുടെ മോചനം വൈകുന്നത് കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ ഇസ്രായേലിനെ വീണ്ടും പ്രേരിപ്പിക്കുകയാണ്. ഒന്നാം ഘട്ട വെടിനിർത്തൽ ദീർഘിപ്പിക്കാൻ ഹമാസ് സമ്മതം നൽകിയെങ്കിലും മോചനം നടപ്പായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കടുത്ത ആക്രമണത്തിലേക്ക് വീണ്ടും ഇസ്രായേൽ കടന്നത്. ജനുവരി 19-ന് വെടിനിർത്തൽ ധാരണ നടപ്പായതിനു ശേഷം ആദ്യമായാണ് ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലും മണിക്കൂറുകളുടെ ഇടവേളയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഹിസ്ബുള്ള ഭീകരർ തമ്പടിച്ചിരുന്ന കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം. വൻതോതിൽ ആയുധങ്ങൾ സംഭരിക്കുന്നതായി റിപ്പോർട്ടുകൾ ലഭിച്ചതിനെ തുടർന്നാണ് കടുത്ത നടപടിയിലേക്ക് ഇസ്രായേൽ കടന്നത്. 42 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഹമാസ് ഒന്നാം ഘട്ട വെടിനിർത്തൽ പൂർത്തിയായിട്ടും മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുന്നതിൽ ഹമാസ് കരാർ പാലിച്ചില്ല. ഒന്നാം ഘട്ട കാലാവധി നീട്ടിയെങ്കിലും രണ്ടാം ഘട്ടത്തിലെ സൈനിക പിന്മാറ്റ നടപടിയിലേക്ക് ഇസ്രായേൽ നീങ്ങിയതുമില്ല. ബന്ദികളുടെ മോചനം യാഥാർത്ഥ്യമായില്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് ആക്രമണത്തിലൂടെ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.